നമസ്കാരം. കേരളത്തിലെ വിശ്വാസികൾ പെരുന്നാൾ പിറ കാത്തിരിക്കുകയാണ്. ഇന്ന് റമദാൻ 29 മാസപ്പിറവി കണ്ടാൽ കേരളത്തിൽ നാളെ പെരുന്നാളാകും. കേരളത്തിലെ പ്രമുഖ മുസ്ലിം ഖാദിമാരെല്ലാം മീഡിയ വണ്ടിനൊപ്പമുണ്ട്. ഖാദി ഹൗസുകളിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരും. നാളെ പെരുന്നാളാണോ അല്ലയോ എന്ന തീരുമാനം വരുന്നതുവരെ പെരുന്നാൾ പിറ പരിപാടി തുടരും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ബി കെ സുഹൈൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സുഹൈൽ, ഇന്ന് മാസം കാണാനും നാളെ പെരുന്നാളാകാനുമുള്ള സാധ്യത എത്രത്തോളമുണ്ട്? യഷ്മ, കേരളത്തിലുള്ള മുസ്ലിം വിശ്വാസികളെല്ലാം നാളെ പെരുന്നാളാണോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു സമയമാണിത്. കഴിഞ്ഞ കുറേ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരു 5-6 വർഷത്തോളമായി റമദാൻ 30 പൂർത്തീകരിച്ച് മാസം കാണാതെ പെരുന്നാളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാസം കാണുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം പെരുന്നാൾ മാസപ്പിറവി കണ്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ 30 പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാകുമോ കേരളത്തിലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അക്കാര്യങ്ങളിലേക്കെല്ലാം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് മാസം കാണാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എത്രത്തോളമാണ് അതിൻ്റെ ഒരു സാധ്യത ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചന്ദ്രൻ്റെ പിറവി എന്ന് പറയുന്നത് അത് നേരത്തെ തന്നെ ഉണ്ടാകുന്നതാണ്. മാസപ്പിറവിയാണ് പുതുതായി ഉണ്ടാകുന്നത്. അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ എത്രത്തോളം സമയമുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചന്ദ്രപ്പിറവി കാണാനുള്ള ഒരു സാധ്യത കൂടുന്നത്. അത് ഏറ്റവും ഒരു സാധാരണ രീതിയിൽ മൂൺ ലാഗ് എന്നാണ് അതിന് പറയുക. അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാനുള്ളൊരു സമയം, അതിനെയാണ് നമ്മൾ മൂൺ ലാഗ് എന്ന് വിളിക്കുന്നത്. ആ ഒരു സമയം അത് കൂടുതലായി കഴിഞ്ഞാൽ മാസപ്പിറവി കാണാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതൊരു 30 മിനിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മാസപ്പിറവി കൂടുതൽ കാണാൻ സാധ്യത കൂടും എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം ഈ മൂൺ ലാഗ് എത്രത്തോളം ഉണ്ട്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാനുള്ള സമയം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് അത് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മാസപ്പിറവി കാണാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് പ്രാഥമികമായി തന്നെ പറയാം. കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് 6:34 അവിടെ ചന്ദ്രൻ അസ്തമിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ചന്ദ്രൻ അസ്തമിക്കുന്നത് 7:19 6:34 കോഴിക്കോട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ 7:19 വരെ ചന്ദ്രൻ അസ്തമിക്കാനുള്ള ഒരു സമയമുണ്ട്. അതായത് ചന്ദ്രനെ കാണാനുള്ള സാധ്യത അവിടെ 45 മിനിറ്റ് ഉണ്ട്. 45 മിനിറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കൂടുതൽ മാസപ്പിറവി കാണാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. 1-2 മിനിറ്റ് ഒക്കെ ഈ ഒരു മൂൺ ലാഗ് ഉണ്ടാകുന്ന സമയവും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ മാസപ്പിറവി കാണാതിരിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് രാജ്യം, സൗദി ആയിരുന്നാലും UAE ആയിരുന്നാലും ഖത്തറിലായിരുന്നാലും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിച്ചത് കൊണ്ടാണ് അവിടെ കാണാതെ പോയത്. അതുകൊണ്ടാണ് അവിടെ 30 പൂർത്തീകരിച്ചത്. എന്നാൽ ഇന്ന് കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം 45 മിനിറ്റോളം സമയം ചന്ദ്രൻ കാണാനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മാസം കാണാൻ കൂടുതൽ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 5-6 വർഷങ്ങളിൽ നമ്മൾ റമദാൻ 30 പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ചരിത്രം ഇന്ന് തിരുത്തപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഈ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ സൂര്യാസ്തമയം 6:33 അവിടെ സംഭവിച്ചു കഴിഞ്ഞു. 7:16 വരെയുള്ള സമയം ചന്ദ്രൻ അസ്തമിക്കാനുണ്ട്. അത്രയും സമയം അവിടെ മാസപ്പിറവി കാണാനുണ്ട്. നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ തന്നെ 43 മിനിറ്റ് അവിടെയും കൊച്ചിയിലും മാസപ്പിറവി കാണാനുള്ള ഒരു സാധ്യതയായി നിലനിൽക്കുന്നു. ഇനി ട്രിവാൻഡ്രത്തേക്ക് വരികയാണെങ്കിൽ സൂര്യാസ്തമയം അവിടെ 6:32 തന്നെ സംഭവിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ചന്ദ്രാസ്തമയം 7:12 അവിടെയും 40 മിനിറ്റ് ഓളം സമയം ചന്ദ്രനെ കാണാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകാം. നമ്മൾ പിറ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രൻ്റെ പിറവിയല്ലേ സംഭവിക്കേണ്ടതെന്ന് സ്വാഭാവികമായും ചില ആളുകൾ കമൻ്റ് എല്ലാം ചെയ്യാറുണ്ട്. അതിനുള്ള ഉത്തരം, ഈ പിറ എന്ന് പറയുന്നത് ഒരു മാസത്തിൻ്റെ പിറയാണ് നമ്മൾ പറയുന്നത്. സാധാരണ രീതിയിൽ സൂര്യനെ പോലെ തന്നെ രാവിലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്ന സമയമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാം ന്യൂമൂൺ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ചതിൻ്റെ ഏകദേശം അതേ സമയത്ത് രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ അതേ സമയത്ത് തന്നെ ഏകദേശം അതോടടുത്ത സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ അസ്തമയം സൂര്യാസ്തമയത്തിന് ശേഷമാകുമ്പോഴാണ് നമുക്ക് ആകാശത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ന് എല്ലാ ഇടങ്ങളിലും, കോഴിക്കോടും കൊച്ചിയിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും എല്ലാ ഇടങ്ങളിലും 40 മിനിറ്റിലധികം സമയവും ചന്ദ്രനെ കാണാൻ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് മാസപ്പിറവി കാണാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിലെല്ലാം ഈ മാസപ്പിറവി നിരീക്ഷിക്കാൻ വേണ്ടി വിവിധ ഖാദിമാരും സംഘടനകളും അവരുടെ പ്രതിനിധികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രതിനിധികൾ ഇപ്പോൾ മാസപ്പിറവി കാണുന്ന ഒരു തിരക്കിലായിരിക്കും. ഇന്നത്തെ ദിവസം 2 ആളുകൾ കാണണം എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത്. സാധാരണ റമദാനാണ് എങ്കിൽ ഒരാൾ കണ്ടാൽ മതി, പക്ഷേ പെരുന്നാൾ ദിവസം 2 പേർ കാണണം എന്നുള്ളതാണ് നിയമം. അങ്ങനെ 2 പേർ കണ്ടു കഴിഞ്ഞാൽ അവർ അവിടെയുള്ള പ്രാദേശിക ഖാദിമാരെ അറിയിക്കും. അതിനുശേഷം അവർ പ്രധാനപ്പെട്ട ഖാദിമാരെ അറിയിക്കും. പ്രധാനപ്പെട്ട ഖാദിമാരെല്ലാം തന്നെ നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെയുണ്ട്. അവിടേക്ക് ഈ വിവരങ്ങൾ അറിയിക്കും. അവരായിരിക്കും ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. നാളെ റമദാനാണോ അല്ല ഇനി ശവ്വാലിലെ പിറവിയാണോ എന്നുള്ളത് അവരായിരിക്കും പ്രഖ്യാപിക്കുക.